നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൂലെടുത്തവർ ഒടുവിൽ ചൂലോടെ പുറത്തേക്ക്. ഡൽഹിയിൽ മോദി തിളക്കം. ഡൽഹിയിൽ താമര വിരിയുമ്പോൾ ഇത് ആം ആദ്മി പാർട്ടിയുടെ കലികാലം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങിയ നിമിഷം മുതൽ ഉദ്യോഗഭരിതമായ നിമിഷങ്ങൾ. ആദ്യം ബഹുദൂരം കുതിക്കുന്ന BJP, പിന്നീട് ഒപ്പത്തിനൊപ്പം എത്താൻ പാടുപെടുന്ന ആം ആദ്മി പാർട്ടി. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്നത് BJPയുടെ മിന്നൽ കുതിപ്പാണ്. തകർന്നടിഞ്ഞു നിൽക്കുന്നു ആം ആദ്മി പാർട്ടി. കോൺഗ്രസ് വട്ടപൂജമായി നിലം പൊത്തുന്നു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും തന്ത്രങ്ങൾ ഡൽഹിയിൽ വീണുടയുന്ന കാഴ്ച. ആദ്യം അരവിന്ദ് കെജ്രിവാളിനെ അഴിമതിക്കാരനെന്നും ഡൽഹിയിൽ നിന്ന് ചൂലെടുത്ത് ഓടിക്കേണ്ടവനെന്നും വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധി ഇടയ്ക്കൊന്ന് പതറി. ഇത് നരേന്ദ്രമോദിയുടെ തരംഗമാണ് എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പാളുന്നു എന്ന് മനസ്സിലാക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മോദിയും അരവിന്ദ് കെജ്രിവാളും വെറുക്കപ്പെടേണ്ടവർ തന്നെയെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പിന്നീട് പറഞ്ഞതൊക്കെ വിഴുങ്ങി. 3 തവണ ഡൽഹിയിൽ അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി ഒടുവിൽ നിലം പൊത്തുന്നു. നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷം BJP അധികാരത്തിലെത്തുന്നു. ഇത് മോദിയുടെയും അമിത്ഷായുടെയും മധുര പ്രതികാരമാണ്. അഴിമതിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് ഒടുവിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവാദികൾ കൈവരിച്ച് ഡൽഹി അധികാരം പിടിച്ചെടുത്ത കേജ്രിവാൾ അഴിമതിയുടെ മറ്റൊരു രൂപമാണ് എന്ന് BJP വിരൽ ചൂണ്ടി വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്ത്യ പൊതുവെ സംശയിച്ചു. രാജ്യതലസ്ഥാനത്തെ പോരാട്ടം കനത്തതായിരുന്നു. ഒടുവിലിതാ BJPക്ക് മുന്നിൽ ആം ആദ്മി തകർന്ന് തരിപ്പണമാകുന്നു. ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആം ആദ്മി വീറോടെ പ്രചരണം നടത്തി. എന്നാൽ അവർക്ക് പിഴച്ചതെവിടെയാണ്? 5 കാരണങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ഇക്കാര്യങ്ങളിൽ പറയുന്നത്. ലോക്സഭയിൽ BJPക്ക് ലഭിച്ച വോട്ട് വിഹിതം അവർ ഇപ്പോൾ നിയമസഭയിൽ നിലനിർത്തിയില്ല എന്ന് ആം ആദ്മി ആശ്വസിക്കുകയാണ്. ഡൽഹിയിൽ അധികാരം പിടിച്ചെടുത്ത ആം ആദ്മിയുടെ മുഖ്യശക്തി ഡൽഹിയുടെ മധ്യവർഗം തന്നെയായിരുന്നു. എന്നാൽ 2 കാരണങ്ങളാണ് മധ്യവർഗം ആം ആദ്മി പാർട്ടിയെ ഒഴിവാക്കാനുള്ള കാരണം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ മധ്യവർഗത്തിന് വാരിക്കോരി കൊടുത്തു. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കിയത് ഡൽഹിയിലെ മധ്യവർഗത്തിനെ സന്തോഷിപ്പിച്ചു. മറ്റൊരു പ്രധാന പ്രശ്നം ഡൽഹിയിലെ മധ്യവർഗത്തിന് മുന്നിലുണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, തങ്ങളിൽ നിന്ന് കനത്ത നികുതി ഈടാക്കി അത് ചേരിയിലെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയാണ്. ഡൽഹിയിലെ മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരും ഇക്കുറി BJPക്ക് അനുകൂലമായി വിധി എഴുതി എന്ന് വേണം വിശ്വസിക്കാൻ. 2015-ലും 2020-ലും അന്ന് ഡൽഹിയിൽ ആം ആദ്മിയുടെ തകർപ്പൻ വിജയത്തിന് പിന്നിൽ അണിനിരുന്ന മധ്യവർഗത്തെ തിരിച്ചുപിടിച്ചുകൊണ്ട് അതിശക്തമായ കരുനീക്കങ്ങൾ BJP നടത്തി. മധ്യവർഗത്തിനും പൂർവാഞ്ചൽ വോട്ടർമാർക്കും സ്വാധീനമുള്ള 25 സീറ്റുകളിൽ BJPക്കാണ് മുൻതൂക്കം. അതുതന്നെയാണ് ഇപ്പോൾ ഡൽഹിയുടെ ചരിത്രം മാറ്റിയെഴുതാനുള്ള കാരണവും. ഇന്ത്യയിൽ പിടിച്ചെടുക്കാൻ ഏറ്റവും പ്രയാസമുള്ള 2 സംസ്ഥാനങ്ങളെന്ന് BJP വിധിയെഴുതിയത് പശ്ചിമ ബംഗാളും ഡൽഹിയുമാണ്. അതിലൊരെണ്ണം അവർ കൈപ്പിടിയിലൊതുക്കി. ദക്ഷിണ ഡൽഹി, സെൻട്രൽ ഡൽഹി, ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് മധ്യവർഗത്തിന് ആധിപത്യമുള്ളത്. ഈ മേഖല പൂർണ്ണമായി ഇപ്പോൾ BJP കൈപ്പിടിയിലൊതുക്കി. കിഴക്കൻ ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഡൽഹിയിലെ പൂർവാഞ്ചൽ വോട്ടർമാർ. അവരുടെ വോട്ടും ഇക്കുറി BJP പെട്ടിയിൽ. ഡൽഹിയിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചതോടെ ഇപ്പോൾ ആഘോഷ തിമിർപ്പിലാണ് BJP പ്രവർത്തകർ. ഡൽഹി ഭരിക്കുന്ന ആം ആദ്മിയുടെ തകർച്ചയിൽ BJP പ്രവർത്തകർ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രപ്രസ്ഥം BJP തിരിച്ചുപിടിക്കുന്നതിന്റെ ആഹ്ലാദമാണ് പ്രവർത്തകർക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ വലിയ താൽപ്പര്യമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃനിര ഒന്നാകെ കടുത്ത വെല്ലുവിളി നേരിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വീതം വെച്ച് അന്നു മുതൽ തുടങ്ങിയിരുന്നു ആം ആദ്മിയിൽ തമ്മിലടി. ചേരിപ്പോര് അതിശക്തമായ നിലയിലെത്തി. പല മുൻ ആം ആദ്മി MLA-മാരും ഇതിനിടയിൽ BJP ക്യാമ്പിലെത്തി. 19 എക്സിറ്റ് പോളുകളിൽ 11 BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നായിരുന്നു പ്രവചിച്ചത്. യമുന നദിയിലെ മലിനീകരണം ആം ആദ്മിക്ക് തിരിച്ചടിയായി എന്ന് വേണം ഇപ്പോൾ കരുതാൻ. കണക്കുകളിൽ നേരിയ വ്യത്യാസങ്ങൾ മാത്രം. എങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിൽ സംഭവിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി ഉയർന്നു വന്നത്.
2013 ഡൽഹിയിൽ 4ാം തവണയും അധികാരം നേടാൻ ശ്രമിച്ച കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കി അന്ന് ആം ആദ്മി പാർട്ടി തല ഉയർത്തി നിന്നു. പിന്നീട് 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടി സർക്കാർ രൂപീകരിച്ചു. സൗജന്യ വൈദ്യുതിയും വെള്ളവും നൽകുമെന്ന് വാഗ്ദാനം ചെയ്താണ് അവർ അന്ന് അധികാരത്തിലെത്തിയത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി വാഗ്ദാനങ്ങൾ അവർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചു. ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേജ്രിവാൾ ദേശീയ തലസ്ഥാനത്തിന് പൂർണ്ണ സംസ്ഥാന പദവി വാഗ്ദാനം ചെയ്തിരുന്നു. 2023 ബജറ്റിൽ അന്ന് അരവിന്ദ് കേജ്രിവാളിന്റെ പ്രഖ്യാപനം 20 ലക്ഷം തൊഴിലവസരങ്ങളായിരുന്നു. എന്നാൽ വാഗ്ദാനങ്ങളൊന്നും പൂർണ്ണമായി നിറവേറ്റാൻ ആം ആദ്മി പാർട്ടിക്കോ അരവിന്ദ് കേജ്രിവാളിനോ കഴിഞ്ഞില്ല. ഇതിനിടയിൽ അഴിമതിക്കാരനെന്ന ചാപ്പകുത്തി അരവിന്ദ് കേജ്രിവാളിനെ ജയിലിലടയ്ക്കുകയും ചെയ്തു BJP സർക്കാർ. ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്ന ഒരുപിടി കാരണങ്ങളുണ്ട്. ഇത് തന്നെയാണ് ആം ആദ്മിയുടെ തകർച്ചയ്ക്ക് പിന്നിലും. അരവിന്ദ് കേജ്രിവാൾ എന്ന ബ്രാൻഡിന്റെ തകർച്ചയാണ് ഇന്ത്യ ഇപ്പോൾ കാണുന്നത്. രൂപീകൃതമായ അതേ ദിവസം മുതൽ ആം ആദ്മി പാർട്ടി അതിൻ്റെ കൺവീനറും സഹസ്ഥാപകനുമായ അരവിന്ദ് കേജ്രിവാൾ എന്ന പേര് ഈ പാർട്ടിയുടെ പര്യായമായി മാറ്റി. ഇന്ത്യൻ റവന്യൂ സർവീസ് ജോലി ഉപേക്ഷിച്ച് മാറ്റത്തിന്റെ ഏജന്റ് രാഷ്ട്രീയക്കാരനായി മാറിയ ആക്ടിവിസ്റ്റ് കേജ്രിവാളിൽ ആളുകൾ പുതുമ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയെങ്കിലും പിന്നീട് ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ മാത്രമാണ് കേജ്രിവാൾ എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് ഡൽഹിയിലെ വോട്ടർമാർ. വ്യത്യസ്ത വേഷത്തിലായിരുന്നു കേജ്രിവാൾ ദില്ലിയിൽ പ്രത്യക്ഷപ്പെട്ടത്. പോക്കറ്റിൽ ഒരു ബോൾ പോയിന്റ് പേനയും സ്ലിപ്പറും തിരികെ വെച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരൻ. സാധാരണക്കാരുടെ ഒരു സാധാരണ ഷർട്ട് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. കുർത്തയോ നെഹ്റു ജാക്കറ്റോ ഒഴിവാക്കിയത് അദ്ദേഹത്തെ വേറിട്ട് നിർത്തി. എന്നാൽ ഡൽഹി എക്സൈസ് നയ അഴിമതിയിൽ കേജ്രിവാളും ആം ആദ്മി പാർട്ടിയിലെ മറ്റുന്നത നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ അഴിമതി വിരുദ്ധ പോരാളി എന്ന അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ തകർത്തെറിഞ്ഞു. അനധികൃതമായി സമ്പാദിച്ച പണം കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ പാർട്ടി മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്കായി ഉപയോഗിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ തെളിവുകൾ നിരത്തി ഡൽഹി വോട്ടർമാർക്ക് മുന്നിൽ വെച്ചപ്പോൾ അതും തിരിച്ചടിയായി. തനിക്ക് വീഴ്ച പറ്റിയെന്ന് മനസ്സിലാക്കിയ കേജ്രിവാൾ ആഡംബരത്തിന്റെയും കളങ്കത്തിന്റെയും പ്രതിച്ഛായയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും ആം ആദ്മി പാർട്ടി അതിൽ നിന്ന് അകറ്റി നിർത്താനും ശ്രമിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അതിർഷിക്ക് അധികാരം കൈമാറി. എന്നിട്ടും ജനങ്ങൾ അരവിന്ദ് കേജ്രിവാളിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞു. ഇതിനിടയിലാണ് മോദി സർക്കാർ മിഡിൽ ക്ലാസ് മാജിക്കുമായി രംഗത്തെത്തിയത്. മോദി സർക്കാരിന്റെ മധ്യവർഗ പ്രീണന ബജറ്റും നിരവധി പ്രഖ്യാപനങ്ങളും ഡൽഹി വോട്ടർമാരുടെ മനം മാറ്റി. ചേരികളിലെയും KJ ക്ലസ്റ്ററുകളിലെയും വോട്ടർമാരെ ആകർഷിക്കാൻ ആം ആദ്മി പാർട്ടി സൗജന്യങ്ങൾ വാരിവിതറി. എന്നാൽ തങ്ങളുടെ നികുതിപ്പണമാണ് ഇത്തരം സൗജന്യങ്ങൾ വാരിവിതറാൻ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് മധ്യവർഗം തിരിച്ചറിഞ്ഞു. കേജ്രിവാളിന്റെ ന്യൂഡൽഹി സീറ്റിൽ ഉൾപ്പെടെ നിരവധി സീറ്റുകളിൽ ഗണ്യമായ എണ്ണം സർക്കാർ ജീവനക്കാരുണ്ട്. ബജറ്റിൽ ആദായ നികുതി പരിധി ഉയർത്തിയത് ഇവരെ ഹഠാത് ആകർഷിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ഒരുമിച്ച് മത്സരിച്ചതിന് ശേഷം മാസങ്ങൾക്ക് ശേഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വേർപിരിയാൻ തീരുമാനമെടുത്തു. ഇത് രണ്ട് പാർട്ടികളുടെയും മരണമണി മുഴക്കി. കോൺഗ്രസിന്റെ 15 വർഷക്കാല ഭരണം ഡൽഹിയിൽ അവസാനിപ്പിച്ച് ഒരു പതിറ്റാണ്ടുകാലം ആം ആദ്മി ഡൽഹി ഭരിച്ചു. ഇക്കുറി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും 70 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിരത്തി നേർക്കുനേർ മത്സരിച്ചു. ഇത് BJP വിരുദ്ധ വോട്ടുകളിൽ ഭിന്നതയുണ്ടാക്കി. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണി എന്ന സങ്കല്പം തകരുകയും രാഹുൽ ഗാന്ധിയുടെ വിവേകമില്ലായ്മയും കൂടിച്ചേരുമ്പോൾ കോൺഗ്രസ് വട്ടപൂജമായി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അടിപതറി. ഇത് കേജ്രിവാളിന്റെ സമ്പൂർണ്ണ തകർച്ചയിൽ ചെന്ന് അവസാനിക്കുമെന്ന് രാഷ്ട്രീയ വിദഗ്ധർ. BJPയുടെ താമരത്തിളക്കത്തിൽ മിന്നുകയാണ് ഇപ്പോൾ ഡൽഹി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.